കൊൻചിവ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. നമുക്ക് നേരെ ഇമിഗ്രേഷന് പോകാനുണ്ടായിരുന്നു. രാവിലെ തന്നെ എഴുന്നേറ്റു. ഷിനഗാവ ഇമിഗ്രേഷനിലാണ് കേട്ടോ പോകുന്നത്. അപ്പം കുറേ പേര് ചോദിക്കാറുണ്ട് ജോലി എന്തായി, വിസ എന്തായി, അപ്ഡേറ്റ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഏകദേശം ഒത്തു വരുന്നുണ്ട്. വിസയുടെ കാര്യമാണല്ലോ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ വിസ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. വിസ തീരാറായിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി രാവിലെ തന്നെ നമ്മൾ ഇമിഗ്രേഷനിലേക്ക് പോവുകയാണ്. ടോക്കിയോയിലുള്ള ഷിനഗാവ ഇമിഗ്രേഷനിലാണ് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ നല്ല മൂടിയ അന്തരീക്ഷമായിരുന്നു കേട്ടോ. അപ്പം എഴുന്നേൽക്കാനും ഒരു ചെറിയൊരു മടിയുണ്ടായിരുന്നു, കാരണം ലേറ്റായിട്ടാണ് കിടന്നത്. പിന്നെ ഉറക്കമൊന്നും ശരിയാവുന്നില്ലായിരുന്നു, നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ, അതുകൊണ്ട് അത്താഴം കഴിക്കാനും പറ്റിയില്ല. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ എഴുന്നേറ്റ്, നേരത്തെ പോലെ തിരക്കാണോ ക്യൂ ഉണ്ടോ ഒന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ നേരത്തെ എന്തായാലും പോകണം, അല്ലെങ്കിൽ ക്യൂവിലൊക്കെ പെട്ട് ഒത്തിരി ലേറ്റ് ആവുമല്ലോ എന്ന് കരുതി അങ്ങ് പോവാണ്. നമ്മുടെ ഇവിടുത്തെ ക്രോസിംഗ് ഉണ്ടോ, ഇവിടെ എപ്പോഴും ട്രെയിൻ ഉണ്ടായിരിക്കും കേട്ടോ, ഭയങ്കര തിരക്കാണ്. ഒരു ട്രെയിൻ പോയി കഴിഞ്ഞ് അടുത്തത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ക്രോസിങ് തുറക്കുകയുള്ളൂ. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും 10 മിനിറ്റിനുള്ളിൽ അടുത്തത് വരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ പോയവരൊക്കെ എന്തായാലും ക്രോസിങ്ങിൻ്റെ അവിടെ എത്തുമ്പോൾ അവിടെ നിൽക്കും. പിന്നെ ജപ്പാൻകാർക്ക് നല്ല സ്പീഡാട്ടോ നടക്കുമ്പോൾ. രാവിലെ ഇതുപോലെ ഒരു ഓട്ടമാണ് എല്ലാവരും. ഇതിൽ പ്രായമൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ, മുതിർന്നവരാണെങ്കിലും പിള്ളേരൊക്കെ ആണെങ്കിലും ട്രെയിനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടുമായിരിക്കും. എല്ലാവരും ഒരു മിനിമം സ്പീഡിലായിരിക്കും കേട്ടോ ഇതിൽ കൂടെ നടക്കുന്നത്. അല്ലാതെ ആങ്ങി തൂങ്ങിയൊന്നും രാവിലെ ആരും പോകുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാവർക്കും ടൈം അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ട്രെയിനൊന്നും കറക്റ്റ് സമയത്ത് വന്ന് പോകുമല്ലോ, അല്ലാതെ നിങ്ങൾക്ക് ഓടിപ്പോയി കയറാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ നമ്മളെന്തായാലും രാവിലെ തന്നെ 7ലേക്ക് പോവാണ്. ഇന്നലെ ഭയങ്കര തലവേദന ആയതുകൊണ്ട് എനിക്ക് ചോറൊന്നും കഴിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോയില്ലെങ്കിൽ വീണ്ടും അവിടെ വെച്ച് തലവേദന വന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. കുറേ നേരം ചിലപ്പോൾ ക്യൂവിലൊക്കെ നിൽക്കേണ്ടി വരുമായിരിക്കും, അറിയില്ല കേട്ടോ, ഒരു ഐഡിയ ഇല്ല ഇപ്പോൾ എങ്ങനെ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ 7ൽ കയറി ഒരു ലഞ്ച് ബോക്സ് മേടിച്ചിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ തന്നെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ജോയിങ്ങിന് വരുന്നവരും അതുപോലെ കുട്ടികളുമായിട്ടും അങ്ങനെയൊക്കെ വന്ന് ഇരിക്കാറുണ്ട്. ചിലർ അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയും വെള്ളം കുടിക്കുന്നതൊക്കെ കാണാറുണ്ട്. അപ്പോൾ എന്തായാലും പുറത്ത് വന്നിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുക, അങ്ങനെ എല്ലാവരും ഒന്നും വന്നിട്ട് കഴിക്കാറൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ ആവശ്യമാണ് ഫുഡ് കഴിക്കുക എന്നുള്ളത്. റെസ്റ്റോറൻറ്റിലൊന്നും പോയി കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ അതിൻ്റെ ഒന്നും കാര്യമില്ല, രാവിലെ ഒനിഗിരി എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു. പിന്നെ എനിക്ക് അവിടുത്തെ ഒനിഗിരി ഒന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് റൈസും ഫ്രൈഡ് ചിക്കനും ഉള്ളൊരു ലഞ്ച് ബോക്സ് നമ്മളെടുത്ത്. ഇത് ഞാൻ 2 വർഷം മുന്നേയൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെടുത്ത് ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഇത് ഒരുപാട് ഹെവി അല്ല, എന്നാലും കുറച്ച് ഹെവിയാണ്. ഇന്നലെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു, തളർച്ചയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുപ്പി വെള്ളവും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കനാകുമ്പം പ്രോട്ടീനല്ലേ, കുറച്ച് ചോറ്, അതിൻ്റെ മുകളിൽ എള്ളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കഴിച്ച് ഒന്ന് വയറൊന്ന് ഫുള്ളാക്കി വെച്ചിട്ട് ട്രെയിനിലിരുന്നൊന്ന് മയങ്ങി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് 2 ട്രെയിൻ മാറി കയറാനുണ്ട്. അക്കിഹാബാറെ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ഷിനഗാവയിലേക്ക് പോകുന്നു. അപ്പോൾ കുറച്ച് നേരം ട്രെയിനിലിരുന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്യാമല്ലോ. വിശ്രമമൊന്നുമില്ല, നമ്മളീ പോകുന്ന എടുക്കുന്ന വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യൽ അങ്ങനത്തെ പരിപാടികളായിരിക്കും മിക്കവാറും ട്രെയിനിൽ നടക്കുന്നത്, ഇരിക്കാൻ സ്ഥലം കിട്ടുവാണെങ്കിൽ. പിന്നെ ചെറുതായിട്ടൊന്ന് മയങ്ങിയാലായി. അപ്പോൾ അതേ നമ്മുടെ പുറകെ കൂടെ ട്രെയിനൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ ഈ സ്റ്റേഷനിൽ എപ്പോഴും ട്രെയിൻ ഉണ്ടാവും കേട്ടോ. ഒരു 10 മിനിറ്റ് ഉള്ളിലൊക്കെ ട്രെയിൻ ഉണ്ടാവും. അതുകൊണ്ട് ഒരുപാട് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കി നിന്ന് നമ്മൾ മുഷിയേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഫുഡ് പെട്ടെന്ന് കഴിച്ച് തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതുപോലെ നമുക്ക് ഇമിഗ്രേഷനിൽ കൊടുക്കാനായിട്ട് ഫോട്ടോ എടുക്കാനുണ്ട്. അപ്പം ഫോട്ടോ ഒരെണ്ണം എടുത്ത് വെക്കണം. അത് ഞാൻ സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി റെഡിയാക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. എൻ്റെ കയ്യിൽ ചില്ലറ ഉണ്ടായിരുന്നു, അല്ലാതെ ഇമിഗ്രേഷനിൽ പോയിട്ട് വരാനുള്ള പൈസ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 10,000 ജാപ്പനീസ് യെൻ മേടിച്ചിട്ടാണ് പോകുന്നത്. അപ്പം അത് രാവിലത്തേക്കാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ കയ്യിൽ ഇന്ത്യൻ മണി ആയിട്ട് ഇരിക്കുമായിരുന്നു, എൻ്റെ ബാങ്ക് അക്കൗണ്ടിലായിരുന്നു. അപ്പോൾ എന്തായാലും അത് മാറാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ രാവിലെ ആ നോട്ടുമായിട്ട് പോയി ഫോട്ടോ എടുത്തിട്ട് നമുക്ക് തിരിച്ച് പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ഫോട്ടോ എടുക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. നമ്മൾ തന്നെയാണ് സ്റ്റുഡിയോയിൽ കയറി ഫോട്ടോ എടുക്കുന്നത്. അതിൻ്റെ സൈഡിൽ തന്നെ വേസ്റ്റ് കളയാനായിട്ടൊരു ബിന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വേസ്റ്റ് അവിടെ കളയുകയും ചെയ്യുക, ഇവിടെ കയറി ഫോട്ടോ എടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ വന്നത്. പക്ഷേ ഈ ബിന്ന് തുറന്നിട്ടില്ലായിരുന്നു. ഇത് പബ്ലിക്കായിട്ടുള്ള അല്ല, ആ ഷോപ്പിലും അങ്ങനെയുള്ള അവിടെ നിന്നൊക്കെ ഇടുന്ന സാധനമാണ്. അപ്പോൾ അത് പൂട്ടിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വേറെ സ്ഥലത്തുകൊണ്ടേ കളഞ്ഞു കേട്ടോ, അത് നിങ്ങളെ കാണിക്കുന്നില്ല. അവിടെ ഗോമി കളയുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു, അതായത് വേസ്റ്റ് കളയുന്ന സ്ഥലം, അവിടെ കൊണ്ടേ കളഞ്ഞു. എന്നിട്ട് ഞാൻ വന്നിട്ട് നമ്മൾ തന്നെയാണ് ഇവിടുന്ന് ഫോട്ടോയൊക്കെ എടുക്കേണ്ടത്, ഒറ്റയ്ക്ക് നമ്മൾ സ്വന്തം. അപ്പോൾ അങ്ങനെ നമ്മുടെ കുഞ്ഞ് സ്റ്റുഡിയോയിലേക്ക് കയറി. ഇവിടെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ള ലാംഗ്വേജിൽ നിന്ന് ഏതാണോ നമുക്കറിയാവുന്നത് അത് നമുക്ക് തീരുമാനിക്കാം. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സീറ്റുണ്ട്. ഇതാണ് നമ്മുടെ സ്ക്രീൻ. മുന്നിലും പിന്നിലായിട്ട് ലൈറ്റുണ്ട്. പിന്നെ ഒരു കർട്ടനുണ്ട്. നമ്മൾ കയറി കഴിഞ്ഞിട്ട് ഇങ്ങനെ കർട്ടൻ ഇടണം, എന്നിട്ട് അവിടെ ഇരിക്കുക, ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കുക, അതിനനുസരിച്ച് നമ്മൾ പ്രസ് ചെയ്ത് നമുക്ക് തന്നെ നമ്മുടെ ഫോട്ടോ എടുക്കാം.
നമ്മുടെ വണ്ടി തള്ളാൻ വേറൊരു തെണ്ടീനെ ആവശ്യമില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ ഫോട്ടോ എടുക്കാൻ വേറൊരു ആളെ ആവശ്യമില്ല, നമുക്ക് തന്നെ എടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ നേരത്തെ മുന്നേ ചെയ്തിട്ടുണ്ട്, ഒരു വ്ളോഗ് പോലെ, ജപ്പാനിലെ എന്തോ സ്റ്റുഡിയോന്നോ എന്തോ പറഞ്ഞിട്ട്. എന്തായാലും നമുക്ക് ഇവിടുന്ന് പാസ്പോർട്ട് സൈസുള്ള ഫോട്ടോയാണ് എടുക്കേണ്ടത്. കളറുള്ളതും അല്ലാത്തതും പല ടൈപ്പ് രീതിയിലുള്ള ഫോട്ടോസ് എടുക്കാം കേട്ടോ. നമുക്ക് എന്തായാലും ഇമിഗ്രേഷനിൽ കൊടുക്കാനായിട്ട് പാസ്പോർട്ട് സൈസുള്ള ഫോട്ടോയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1000 ജാപ്പനീസ് തന്നെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻസൊക്കെ നോക്കി 1000 ജാപ്പനീസ് തന്നെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് വെയിറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ഫേസിൻ്റെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ അവർ പറയൂ കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ മുകളിലും താഴേക്കായിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളൊന്ന് റെഡിയാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്രിൻറ്റിൽ ഞെക്കിയാൽ മതി. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ കുറച്ച് സെക്കൻഡ്സ് തന്നെ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഫോട്ടോ റെഡി ആയിട്ട് കൂടെ വരും. അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഒരു തവണ 1-2 തവണ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഫോട്ടോ പ്രിൻറ്റ് ചെയ്ത് വരുന്നതിന് മുന്നേ നമുക്ക് മാറ്റി ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ സെലക്റ്റും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അത് അവിടെ നിന്ന് കിട്ടി നമുക്ക് സ്റ്റുഡിയോയിൽ പോയി എടുക്കുന്നതിൻ്റെ അതുപോലെയൊക്കെ ഇരിക്കും. എനിക്ക് എപ്പോഴും സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. ക്യാമറയിൽ എടുക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പൊന്നും വരത്തില്ല. ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കും, പക്ഷെ അത്രയും കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ ഇനി അവിടെ നിന്ന് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. സ്റ്റേഷൻ അടുത്ത് തന്നെയായിരുന്നു. അവിടെ നിന്ന് കയറി നമ്മൾ പോകാൻ നോക്കുകയാണ്. അക്കിഹാബാറയിലേക്കാണ് പോകേണ്ടത്. അനിമേ സിറ്റി കേട്ടിട്ടുണ്ടല്ലോ. അപ്പം കണ്ടോ, ഇവിടുന്ന് എല്ലാവരും ഓടിപ്പാഞ്ഞൊക്കെയാണ് പോകുന്നത്. ഭയങ്കര സ്പീഡാണ്. രാവിലെ എല്ലാവർക്കും ഭയങ്കര സ്പീഡാണ്. എന്നാൽ വൈകിട്ട് ഇതുപോലെയൊക്കെ തന്നെ വീട്ടിലേക്ക് പോകാനും. ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര പങ്ക്ച്വാലിറ്റിയാണ് ആൾക്കാർക്ക്. ട്രെയിനല്ലേ കറക്റ്റ് സമയത്തിനൊന്നും കിട്ടില്ല. കണ്ടോ, ആൾക്കാർക്ക് ഭയങ്കര ഓട്ടമാണ്. രാവിലെ ഒരു ഓട്ടപ്പാച്ചിൽ തന്നെയാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് അക്കിഹാബാറയിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് നമ്മൾ ഷിനഗാവയ്ക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രെയിനിൽ കയറിയപ്പോഴും ട്രെയിനിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ ബാഗ് മുറുക്കെ പിടിച്ച് അങ്ങ് ഇരിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. ബാഗ് മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ടും കാര്യങ്ങളും എല്ലാം അതിനകത്താണല്ലോ. ഇനി ബാഗ് മിസ് ചെയ്ത് പോകാൻ പാടില്ല, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അക്കിഹാബാറയിൽ ഇറങ്ങി. അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു 9 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഷിനഗാവ സ്റ്റേഷനാണ് അടുത്തത്. ഷിനഗാവ എന്നാണ് മേളിൽ എഴുതിയിട്ടിരുന്നത്. ഷിനഗാവ എത്താൻ പോവാണ്. അപ്പോൾ ഈ ട്രെയിനിൽ കയറി ഷിനഗാവ എത്താറാകുമ്പോഴത്തേക്കും തിരക്ക് ഭയങ്കര കുറവായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി നമുക്ക് എക്സിറ്റ് ചെയ്തിട്ട് ഷിനഗാവയെ തന്നെ കേട്ടോ. ഇനി ബസ്സിന് പോകാനുണ്ട് നമുക്ക്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും കണ്ടില്ല കേട്ടോ. കാരണം ഇത് വലിയൊരു സ്റ്റേഷനാണ്. ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഇറങ്ങിയേക്കണം. ഇനി ഇവരെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാനൊക്കെ വരുന്ന കുറച്ച് ഏരിയകളുണ്ട്. അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഇമിഗ്രേഷനിലേക്ക് വരുന്ന ഒരുപാട് പേരെ കാണാം. ഇവിടെ ഒരുപാട് ഫോറിനേഴ്സിന് ഇമിഗ്രേഷനിലേക്ക് വരുന്നവരെ ഇവരെയൊക്കെ കാണാനായിട്ട് പറ്റും. നമുക്ക് ഇന്ത്യക്കാരെ കാണാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. ഇന്ത്യക്കാർ, ശ്രീലങ്ക, ബംഗ്ലാദേശ് അങ്ങനെയുള്ളവരൊക്കെ എല്ലാ കൺട്രിയിലെ ആളുകളും കാണും കേട്ടോ. എന്നാലും പിന്നെ ഈ ഒരു കവാടത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. വളരെ രാജകീയമായിട്ടുള്ള പോക്കാണ്. കണ്ടോ, എനിക്ക് അപ്പുറം ഇപ്പുറം ആളുണ്ട്. അപ്പോൾ നടുക്കോടെ നമ്മളിങ്ങനെ പോവും. അപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് വരാനുള്ള ആൾക്കാരെല്ലാം അപ്പുറത്തെ സൈഡിൽ കൂടെ, ഒരു സൈഡിൽ കൂടെ ഇപ്പുറത്തോടെ, ഒരു സൈഡിൽ കൂടെ ഇപ്പുറത്തോടെയൊക്കെ ആയിരിക്കും വരുന്നത്. കണ്ടോ, ഇപ്പുറത്തെ സൈഡിൽ അങ്ങോട്ട് പോകുന്ന ആൾക്കാർ രാജവീതിയിലൂടെ ഇങ്ങനെ നടന്നു പോകും. എനിക്കാണെങ്കിൽ ചുറ്റും ബ്ലാക്ക് ക്യാറ്റ്സ് ആയിരുന്നു. അങ്ങനെ നടന്ന് നമ്മൾ നേരെ ഇറങ്ങുമ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഷിനഗാവ സ്റ്റേഷൻ. വലിയ സ്റ്റേഷനല്ലേ. അപ്പോൾ നല്ല രസമാണ്. എയർപ്ലെയിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ താഴ്ന്ന് പറന്ന് പോകുന്നതാണ് കേട്ടോ. നല്ല രസമാണ്. ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ട് പണ്ട്. അപ്പം അങ്ങനെ നല്ല വിസ്താരമുള്ളൊരു സ്റ്റേഷൻ. ഇതുണ്ടോ, അടിപൊളിയല്ലേ. ആക്ച്വലി ഇവിടുത്തെ റഷ് അവർ നമ്മൾ വന്ന ടൈം അല്ല. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ ഇവിടെ നിൽക്കാൻ പോലും പറ്റിയത്. അല്ലെങ്കിൽ ഇവിടെ ഫുള്ളും ഈ കാണുന്നിടത്തൊക്കെ ഫുള്ളും ആൾക്കാരായിരിക്കും. ഇങ്ങനെ തിങ്ങി ഞെരിഞ്ഞു അങ്ങനെ ഒത്തിരി ആൾക്കാർ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ എടുത്തു. ഇനി നമ്മൾ നേരെ പോകുന്നത് ബസ് കയറാനാണ്. അപ്പോൾ പണ്ട് ബസ് നിർത്തിക്കൊണ്ടിരുന്ന, ഇമിഗ്രേഷന് പോകുന്ന ബസ് നിർത്തിക്കൊണ്ടിരുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ. അവിടെയാണോ മാറ്റം ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല. അങ്ങോട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. 2 വർഷം മുന്നേ വരെ അവിടെയായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, നേരെ അവിടെ ബസ് കിടക്കുന്നുണ്ടോ, അവിടെയാണ്. അപ്പോൾ നേരെ ഞാൻ അങ്ങോട്ട് പോകണം. എനിക്കൊരു ഡൗട്ട് വന്നു, എന്തെങ്കിലും മാറ്റമൊക്കെ വന്നു കാണുമോ. ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞില്ലേ, അപ്പോൾ അങ്ങനെ അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ ഇറങ്ങി, ഷോർട്ട് കട്ടാണിത്, ഇതിൽ കൂടെ ഇറങ്ങി അങ്ങോട്ട് പോവാണ്. അപ്പോൾ അങ്ങോട്ട് എത്തുന്ന സമയത്ത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോട്ട് ഗോ, ഇമിഗ്രേഷനിൽ പോവില്ല എന്ന് പറഞ്ഞിട്ട്, ഇവിടുത്തെ ബസ് പോവില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പ്ലാറ്റ്ഫോം ചോദിച്ചു. അപ്പോൾ അത് ഇവിടെ കിടക്കുന്ന ബസ്സാണ് പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഈ ബസ് കയറാൻ പോവാണ്. അപ്പോൾ എന്തോ ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ മാറ്റങ്ങൾ അനിവാര്യമാണല്ലോ. അങ്ങനെ വന്നു. അങ്ങനെ നമ്മൾ ഈ ബസ്സിൽ കയറുവാണ്. ഇത് ഇമിഗ്രേഷനിലേക്ക് പോകാൻ വേണ്ടി മാത്രമുള്ള ബസ്സാണ്. ഇതിങ്ങനെ ഷട്ടിൽ സർവീസാണ്. ഇതിങ്ങനെ വന്ന് കിടക്കും. ഇമിഗ്രേഷനിലുള്ള ആൾക്കാർ വരും, അവിടെ ചെല്ലും, തീരും.
അത് അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വരും. അങ്ങനെ ഒരു ഇതാണ്. പണ്ട് ഈ ബസ്സിൽ വൈഫൈ ഉണ്ടായിരുന്നു കേട്ടോ. തോയ് ബസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു ഐഡിയ നിന്നായിരുന്നു ഞാൻ വൈഫൈ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഇത്തവണ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അങ്ങനെ പിന്നെ കുറച്ച് നേരം യാത്ര ചെയ്യുമ്പോഴേക്കും നമ്മൾ ഇമിഗ്രേഷനിലെത്തും. ഇമിഗ്രേഷനിൽ എല്ലാവരും ഇറങ്ങും. ഇതാണ് നമ്മുടെ ടോക്കിയോ ഷിനഗാവ ഇമിഗ്രേഷൻ. അപ്പോൾ ഇതിനകത്തേക്കാണ് പോകേണ്ടത്. അകത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള കാര്യം ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ടോക്കൺ നമ്പർ കിട്ടിയായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. നമ്മൾ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തു. അവരൊന്ന് സംസാരിച്ചു. എല്ലാം കിട്ടി, റെഡിയായി. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 2:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ എന്തായാലും നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറേ മണിക്കൂർ ഉറങ്ങണമായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ വെയിറ്റ് ചെയ്യണമായിരുന്നു. ആ സമയം ഞാൻ ഉറങ്ങി. അപ്പോൾ പിന്നെ വിശന്ന് തുടങ്ങി. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇച്ചിരി വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എനിക്കെന്തോ ബുദ്ധിമുട്ടാണ്. ഇത്ര നേരമായില്ലേ. അപ്പോൾ രാവിലത്തെ ഫുഡും കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഇത്രയും കഴിഞ്ഞില്ല. ഉച്ചയ്ക്ക് കഴിഞ്ഞു, 2:30 ആയി. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഒരു ഒനിഗിരി മാത്രം മേടിച്ചു. അതുപോലെ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു. ഒനിഗിരി എന്ന് പറയുമ്പോൾ ഒരു ഉരുള ചോറ്. അപ്പോൾ അത് കഴിച്ചു. ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒനിഗിരി ആയിരുന്നു. അതുകൊണ്ട് ഒരെണ്ണം മേടിച്ചു. അവിടെ നിന്ന് തന്നെ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ മഴ പെയ്യുമോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കയ്യിൽ കുടയൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. 2 അപേക്ഷാ ഫോം അവിടെ നിന്ന് എടുക്കണമായിരുന്നു. അതെടുത്തു. നേരെ ക്രോസ് ചെയ്ത് നമ്മുടെ ബസ് കിടക്കുന്നുണ്ടോ അങ്ങോട്ടേക്ക് പോവാണ്. ഇനി ആ ബസ് കയറി എന്നാൽ മതി. നമ്മൾ കുറച്ച് നിമിഷത്തിനുള്ളിൽ നമ്മൾ ഷിനഗാവ എത്തും. അവിടെ നിന്ന് വീണ്ടും നമ്മൾ തിരിച്ചു പോകണം. അപ്പോൾ എന്തായാലും വന്ന കാര്യം പറഞ്ഞില്ല. നമുക്ക് വിസ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ചാളോടെ നിൽക്കാനായിട്ട് പറ്റും. അതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ വർക്കിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും ചെറിയൊരു തലവേദനയൊക്കെ ഉണ്ട്, ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, കാലാവസ്ഥ മാറിയതുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇന്നലെയും ഇന്നും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. ഒരേ സമയമായപ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയൊരു തലവേദനയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഷിനഗാവ വന്ന് ഇറങ്ങുകയാണ്. അപ്പം ആ ബസ്സിലുള്ള എല്ലാവരും തന്നെ ഇറങ്ങി. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ അക്കിഹബറന്ന് നമ്മുടെ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ രാജവീതിയിലൂടെ നടുക്കോടെ വന്നെങ്കിൽ ഇത്തവണ നമ്മൾ തിരിച്ചു പോകുമ്പോൾ 2 സൈഡുകളിലായിട്ടാണ് കേട്ടോ പോകേണ്ടത്. അപ്പോൾ ആളുകളിങ്ങനെ ഇടയ്ക്കോടെ കയറുന്നുണ്ടെങ്കിലും അവരൊരു സൈഡിലേക്ക് മാറി ഒതുങ്ങി നല്ല ക്രമമാവും. അല്ലാതെ ഇങ്ങനെ ഒരു സിക്സാഗ് ഇതുപോലൊന്നും ആരും പോകത്തില്ല. അപ്പോൾ ഇനി നമ്മുടെ ട്രെയിനും ടൈമും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോവാണ്. അപ്പം വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു വ്ലോഗും കൂടി ചെയ്തിട്ട് പോയാൽ മതി എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ പോലെ തന്നെ ചെറിയൊരു തലവേദന വന്നു തുടങ്ങിയിട്ടുണ്ട്. കാലാവസ്ഥയുടെ തന്നെ ആയിരിക്കണം. അപ്പോൾ എന്തായാലും നരുത്തോ എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ കണ്ടോ, നരുത്തോ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്റ്റേഷനുകളുണ്ട് പല പല പേരുകളിൽ, ഫേമസ് ആയിട്ടുള്ള പേരുകളിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. അത്യാവശ്യം വീണ്ടും തിരക്കായി തുടങ്ങിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു വൈകിട്ട് ആവാറാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റഷ് അവർ ആവും. പക്ഷേ ഇത് അത്ര ആയിട്ടില്ല. എന്നാലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ട്രെയിൻ കയറാനായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ വലിയ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഡ്രില്ല് ചെയ്യുന്ന ഇങ്ങനത്തെയൊക്കെ സൗണ്ട്, ട്രെയിൻ പോകുന്ന സൗണ്ടൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ നമ്മുടെ ട്രെയിൻ വന്നു. ഇനി ഇതിനകത്ത് കയറിയിട്ട് നമ്മൾ തിരിച്ച് അക്കിഹബറയിൽ ഇറങ്ങണം, നമ്മുടെ അനിമേ സിറ്റിയിൽ ഇറങ്ങണം. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും നമ്മുടെ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. ഇവിടുന്ന് അധികം ദൂരമൊന്നും ഇല്ലായിരുന്നു കേട്ടോ, കുറച്ച് സ്റ്റേഷനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ അക്കിഹബറ അനിമേ സിറ്റി. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങുന്നൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് അതിൽ കൂടെ ഒന്ന് പാസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. അനിമയുടെ സിറ്റി ആയതുകൊണ്ട് ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. എപ്പോഴും അതിൻ്റെ ചുറ്റും ഇങ്ങനെ അതെടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരിങ്ങനെ കാണും. അപ്പോൾ നമ്മളിവിടുന്ന് നൊരിക്കായി ട്രെയിൻ ചേഞ്ച് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണ്. ആളുകളുടെ സ്പീഡ് ശ്രദ്ധിച്ചു. അതേ പോകുന്ന മുത്തശ്ശനൊക്കെ നല്ല സ്പീഡിലാണ് പോകുന്നത്. അവരുടെ നടപ്പിന് തന്നെ ഒരു പ്രത്യേക ശൈലിയാണ്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് നേരെ ചിബയ്ക്കുള്ള ട്രെയിനാണ് കേട്ടോ കയറേണ്ടത്. അപ്പം ഭയങ്കര തിരക്കായിരുന്നു. അങ്ങോളം കണ്ടോ, ഇപ്പുറത്താണെങ്കിലും ഒത്തിരി ആളുകൾ അങ്ങ് വരെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു 2 ട്രെയിനിൽ കയറാനുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇവരൊക്കെ ഈ ട്രെയിനിൽ കയറി ട്രെയിൻ നിറയില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ തന്നെയാണ് പോകുന്നത്, ട്രെയിൻ നിറഞ്ഞ് കവിഞ്ഞ് തന്നെയാണ് പോകുന്നത്. പക്ഷേ വേറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒന്നുമില്ല. നമുക്കങ്ങനെ മേത്ത് ടച്ച് ചെയ്യാതെ അങ്ങനെ ഒരു ഡിസ്റ്റൻസിലൊക്കെയാണ് ആൾക്കാർ നിൽക്കുന്നത്. ചിലരൊക്കെ കൈ പിടിക്കാതൊക്കെ നടുക്ക് നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബാഗ് മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് നേരെ നമ്മൾ റോബിൻ ചേട്ടൻ്റെ കടയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ ഫോട്ടോ എടുക്കാനൊക്കെ വന്നില്ലായിരുന്നോ, ആ ഫോട്ടോ ബൂത്ത് ഈ സൈഡിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ നേരെ തന്നെ പോയിട്ട് ലെഫ്റ്റ് എടുത്ത് അങ്ങ് പോയാൽ മതി, റോബിൻ ചേട്ടൻ്റെ കടയിലേക്ക് എത്തും. അങ്ങനെ അവിടെ എത്തി ഞാൻ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതായിരുന്നു വിസയുടെ അപ്ഡേറ്റ്. അതുപോലെ ജോലിയുടെ കാര്യം കൺഫേം ആകുമ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് എത്തി ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.